Good morning, my dear students. അടുത്ത പ്രൊമോഷണൽ ടൂൾസ് ആണ് പ്രൊമോഷൻ ഓഫ് നോൺ അഗ്രികൾച്ചറൽ വർക്കർ ഓൺഡ് കോപ്പറേറ്റീവ്സ് ആൻഡ് ESOPs. പ്രൊമോഷൻ ഓഫ് നോൺ അഗ്രികൾച്ചറൽ വർക്കർ ഓൺഡ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ ആഫ്രിക്കയിൽ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഫോർ കോപ്പറേറ്റീവ്സ് ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഫോക്കസ് ഓൺ അഗ്രികൾച്ചർ സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്. ആഫ്രിക്കയിൽ കോപ്പറേറ്റീവ്സിനുള്ള ഡെവലപ്മെന്റൽ പ്രോജക്ട്സ് എക്സ്ക്ലൂസീവ്ലി ഏത് ഏരിയയിലാണ്? അഗ്രികൾച്ചർ ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റീസിലാണ്. അതിൻ്റെ ഇതിൽ വർക്കർ ഓൺഡ് ആയിട്ടുള്ള സൊസൈറ്റീസ് വിത്ത് സോഷ്യലിസം കോസസ് നെഗ്ലക്റ്റ് ഫോർ ദ സെയിം. അതൊക്കെയാണ് കാരണങ്ങൾ ഇതിൽ ഒഴിവാക്കാനായിട്ട്. പക്ഷേ CICOPA, that means International Organization of Industrial, Artisanal and Service Producers Cooperatives, പേടിക്കൊന്നും വേണ്ട, പേര് കേട്ടിട്ട്. അതായത് നോൺ അഗ്രികൾച്ചർ വർക്കേഴ്സിൻ്റെ കോപ്പറേറ്റീവ്സിൻ്റെ ഒരു പേരാണ്. അങ്ങനെയുള്ള കോപ്പറേറ്റീവ്സ് ഉണ്ട് ക്രിയേറ്റഡ് 100 million ജോബ്സ്. അങ്ങനെയുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആഫ്രിക്കയിൽ നോൺ അഗ്രികൾച്ചറിസ്റ്റിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ 100 million ജോബ്സ് ആണ് അവർക്ക് ഓൾ ഓവർ ദ വേൾഡിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ ഗ്രേറ്റർ ഇക്കോണമിക് ഡെമോക്രസി അച്ചീവ് ചെയ്യാൻ പറ്റി. ആൻഡ് സൊല്യൂഷൻസ് ടു ഇൻക്രീസിങ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. 1970s ഭയങ്കര അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ഉള്ള കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ നോൺ അഗ്രികൾച്ചറൽ വർക്കർ ഓൺഡ് കോപ്പറേറ്റീവ്സിന് സാധിച്ചു. ഇനി ഇത് നെഗ്ലിജന്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഇഫക്ട്സ് ആണ്. ഈവൻ ദെൻ ഇഫക്റ്റ് വാസ് നെഗ്ലിജിബിൾ ഫോർ ഗവൺമെന്റ് ആൻഡ് ഡോണേഴ്സ് സീംഡ് ടു റെസിസ്റ്റ് ന്യൂ ഐഡിയാസ് ഇൻ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ്. കോപ്പറേറ്റീവ് ഡെവലപ്മെന്റിൽ ന്യൂ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ഗവൺമെന്റും മറ്റുള്ളവരും അതൊക്കെ റെസിസ്റ്റ് ചെയ്തു. കോപ്പറേറ്റീവ്സ് ആഡ്സ് ആർ യൂഷ്വലി ഡിസൈൻഡ് ഫോർ ക്ലയന്റ് ഓൺഡ് കോപ്പറേറ്റീവ്സ്. ക്ലയന്റ് ഓൺഡ് കോപ്പറേറ്റീവ്സിന് ഡിസൈൻ ചെയ്ത്. In Africa, cooperative development agencies are ill-equipped to promote non-agricultural workers cooperatives. ആഫ്രിക്കയിൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഏജൻസീസ് ഒക്കെ നോൺ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ വർക്കേഴ്സ് കോപ്പറേറ്റീവ്സിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അത്ര താല്പര്യം കാണിക്കുന്നില്ല. ട്രേഡ് യൂണിയൻസ് ഹാവ് ലെസർ ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ വർക്കർ ഓൺഡ് കോപ്പറേറ്റീവ്സിനോട് ട്രേഡ് യൂണിയൻസിനും അത്രയ്ക്ക് താല്പര്യമില്ല. ലാക്ക് ഓഫ് സ്ട്രാറ്റജീസ്. ഇവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ ആഫ്രിക്കയിലെ സ്ട്രാറ്റജീസ് ഒന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഈ വക കാരണങ്ങൾ കൊണ്ടാണ് നെഗ്ലിജന്റ് ആവാനായിട്ടുള്ള അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്. ഓക്കെ, അടുത്തതാണ് ഇന്റർ എന്റർപ്രൈസ് കോർപ്പറേഷൻ. ക്ലയന്റ് ഓൺഡ് കോപ്പറേറ്റീവ്സ്. Independent producer members can be considered as a network of micro enterprises that promote inter-enterprises cooperation. അതായത് ആഫ്രിക്കയിലുള്ള ക്ലയന്റ് ഓൺഡ് കോപ്പറേറ്റീവ്സ് അവർ എങ്ങനെയുള്ളവരായിരിക്കും? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസർ മെമ്പേഴ്സ് ആയിരിക്കും. അവർക്ക് ഒരു നെറ്റ്വർക്ക് ഉണ്ട് മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ. അവർ പ്രൊഡ്യൂസേഴ്സ് ആണല്ലോ. അപ്പോൾ അവരുടെ പ്രോഡക്ട്സ് ഒക്കെ സെയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊമോട്ട് ഇന്റർ എൻ്റർപ്രൈസസ് കോപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആഫ്രിക്കയിലുള്ള കോപ്പറേഷനാണ് അത്. ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസർ മെമ്പേഴ്സ് ആണ് അതിൽ വരുന്നത്. അവരുടെ ഒരു മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ നെറ്റ്വർക്ക്. ഓക്കെ, പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു എ സിസ്റ്റം ഓഫ് ഇൻഡിപെൻഡന്റ് സ്മോൾ ഫേംസ്. ഇന്റർ എന്റർപ്രൈസ് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേര് കേട്ടാൽ മനസ്സിലാകും സ്മോൾ എന്റർപ്രൈസസ് ആണ്. അപ്പൊ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രിസൈസ് ക്ലിയർലി പറയുകയാണെങ്കിൽ ഇതൊരു സിസ്റ്റമാണ്. IEC എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഇൻഡിപെൻഡന്റ് സ്മോൾ ഫേംസ് ഓർഗനൈസ്ഡ് ഓൺ ലോക്കൽ ഓർ റീജിയണൽ ബേസിസ്. ലോക്കൽ ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്തായിരിക്കാം, റീജിയണൽ ബേസിൽ സ്റ്റാർട്ട് ചെയ്തായിരിക്കാം,
belonging to same economical sector. Their individual firms tended to specialize in a particular production phase. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ഫേംസ് അവർ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഫേസിൽ സ്പെഷ്യലൈസ് ചെയ്യും. പിന്നെ അവർ ഓർഗനൈസ്ഡ് ആകും. അങ്ങനെ ഒരു ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും. ആ ഒരു റിലേഷൻഷിപ്പിൽ കൂടെ ബോത്ത് കോമ്പറ്റീഷൻ ആൻഡ് കോപ്പറേഷൻ കൂടെ അവർ മുന്നോട്ട് പോകും. ഇത് വളരെ ഇതായിട്ട് കോപ്പറേറ്റീവ് ഫീൽഡിൽ വളരെ പോസിബിൾ ആയിട്ട് പോകാൻ പറ്റുന്നതാണ്. നല്ലൊരു ഇൻഫോർമൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അത് നല്ല ഒരു ജോയിന്റ് കമ്പനി ആയിട്ട് നമുക്കത് വർക്ക് ചെയ്യാം. ഇതിന് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള ഡിവിഷൻ ഓഫ് ലേബർ ഓർ ഡിവിഷൻ ഓഫ് വർക്ക് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്, ഇന്റർ എന്റർപ്രൈസ് കോർപ്പറേഷൻ. ഇതൊരു ഫ്രഞ്ച് സ്പീക്കിംഗ് ആഫ്രിക്ക ആയിട്ടുള്ളൊരു വേർഡാണ്. സയ്യർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷൂഷിനേഴ്സ് പ്രൂവ് ദാറ്റ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇന്റർ എന്റർപ്രൈസ് കോർപ്പറേഷൻ ആർ ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ് ടു ഇൻഫോർമൽ സെക്ടർ. അവിടെ ഇങ്ങനെയുള്ള ഷൂ മേക്കേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ്, പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ്സ് ഫോർ സോഷ്യൽ സർവീസ്. സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ്സ് ഫോം ചെയ്തിട്ടുള്ളതാണ് അടുത്തത്. ചില കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഒക്കെ ബേസിൽ സോഷ്യൽ സർവീസസ്, അതായത് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയിട്ട് സോഷ്യൽ കോപ്പറേറ്റീവ് സ്റ്റാർട്ട് ചെയ്തു. ആഫ്രിക്കയിൽ വളരെ മൈനോറിറ്റി ഓഫ് പോപ്പുലേഷൻ മാത്രമേ ഫോർമൽ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ വരുന്നുള്ളൂ. മറ്റുള്ളവരെല്ലാം ട്രഡീഷണൽ മ്യൂച്വൽ സെൽഫ് ഹെൽപ്പായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഗവൺമെൻറ് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ വെൽഫെയർ സിസ്റ്റം അവിടെ വളരെ കുറവേ വരുന്നുള്ളൂ. അതോടൊപ്പം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അവിടെ വളരെ കുറവായിട്ടേ കാണുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള അതിലൊക്കെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദീസ് ഗ്രൂപ്പ്സ് ഇൻ ടു ഫോർമൽ സോഷ്യൽ കോപ്പറേറ്റീവ്സ് ഇസ് റിക്വയർഡ്. അങ്ങനെയുള്ള ഇതുകൊണ്ട് ആഫ്രിക്കയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കോപ്പറേറ്റീവ് സോഷ്യൽ സർവീസസ്. അപ്പം അതും വളരെ സക്സസ്ഫുൾ ആയിട്ട് ആഫ്രിക്കയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു.